ക്യാൻഡിൽ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ട്രേഡിങ്ങിലെ തുടക്കക്കാർക്കുള്ളതാണ്. ട്രേഡിംഗ് ഒരു മൈൻഡ് ഗെയിം തന്നെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് കുതിച്ചുയരുന്നത് കണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട് അയ്യോ ട്രെയിൻ വിട്ടുപോകുമോ എന്ന് കരുതി ചാടിക്കയറി ബൈ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ആദ്യത്തെ തെറ്റ്. നമ്മൾ പലരും വിചാരിക്കുന്നത് എന്താ, ട്രേഡിങ്ങിൽ ജയിക്കാൻ സൂപ്പർ സ്ട്രാറ്റജി, വലിയ ചാർട്ടുകൾ ഒക്കെ മതി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ പണം പോവും. രാവിലെ തന്നെ ഒരു ട്രേഡ് എടുക്കുന്നു, അപ്പോൾ തന്നെ 1000 രൂപ നഷ്ടം. അപ്പോൾ മനസ്സ് പറയും പെട്ടെന്നൊരു ട്രേഡ് കൂടെ എടുത്ത് ഇത് കവർ ചെയ്യാം. ഒരു പ്ലാനും ഇല്ലാതെ അടുത്ത ട്രേഡ് എടുക്കുന്നു, ലോസ് 5000 ആകുന്നു. ഒരു ചെറിയ നഷ്ടം വരുമ്പം പേടിച്ച് ഉള്ള ടാർഗറ്റ് എത്തുന്നതിന് മുമ്പേ ട്രേഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടും നമ്മൾ. അല്ലെങ്കിൽ മുൻപത്തെ നഷ്ടം വന്നതുകൊണ്ട് നല്ല അവസരങ്ങൾ വരുമ്പോൾ പേടിച്ച് മാറി നിൽക്കും. ഈ രണ്ട് വികാരങ്ങളെയും നിയന്ത്രിച്ചേ പറ്റൂ. ഒരിക്കലൊരു സുഹൃത്ത് ലോസ് വന്നുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമുറപ്പിക്കുന്നവനെ ഞാൻ, മാർക്കറ്റിൽ നിന്ന് തന്നെ ഞാനത് തിരിച്ചു പിടിക്കുന്നു. ഇപ്പം പുള്ളി ട്രേഡിംഗ് അക്കൗണ്ട് വരെ ഡിലീറ്റ് ആക്കി എന്നാണ് കേട്ടത്. മാർക്കറ്റിനോട് പ്രതികാരം ചെയ്യരുത്, കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കൊഴുകി ഒരുക്കി കാത്തിരിക്കണം. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. പ്രോഫിറ്റിനോട് ആർത്തിയും ലോസിനോട് പേടിയും പാടില്ല. ഒരു ട്രേഡിൽ എൻട്രി ആകുന്നതിന് മുമ്പ് തന്നെ എത്ര തവണ വേണേലും ബാക്ക് ടെസ്റ്റ് ചെയ്തോളുക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് അതിൽ മാറ്റം ഉണ്ടാകരുത്. റിസ്ക് മാനേജ്മെന്റ് കൃത്യമായിരിക്കണം. ഒരു ട്രേഡിൽ എത്ര രൂപ നഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിരിക്കണം. ഇതൊരു ഇൻഷുറൻസ് പോലെയാണ്. എല്ലാ ദിവസവും ട്രേഡിംഗ് ജേർണൽ എഴുതണം. പ്രോഫിറ്റ്, ലോസ്, എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തു എന്ന്. ഇത് നമ്മളെ തെറ്റ് തിരുത്താൻ സഹായിക്കും. സ്ട്രാറ്റജികൾ നിങ്ങളെ ഒരു ട്രേഡറാക്കും. നല്ല മൈൻഡ് സെറ്റാണ് നിങ്ങളെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറാക്കി മാറ്റുക. മാർക്കറ്റിൽ നിന്നും പണം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രം മതി. ഓർക്കുക, ഇതൊരു വൺ വേ മാച്ച് അല്ല, ടെസ്റ്റാണ്. ക്രീസിൽ നിൽക്കുക എന്നതാണ് പ്രധാനം. ട്രേഡിങ്ങിൽ നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. സൊല്യൂഷൻ ഇവിടെയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ.